ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു തണുപ്പും എന്താ പറയുക മഞ്ഞൊക്കെ വീണ് ആ ഒരു കുളിർത്തൊരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ കുളിർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നല്ല എന്താ പറയുക തണുത്തൊക്കെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നല്ല ചൂട് കട്ടൻ കാപ്പിയും അതിൻ്റെ കൂടെ എന്ത് ചൂടായിട്ട് കിട്ടിയാലും നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ചൂടോടെ കുറച്ച് കപ്പ ബിരിയാണി കിട്ടിയാലോ? ക്രിസ്മസ് വിഭവമായിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കോടഞ്ചേരിക്കാരൻ ജെയിൻ ചേട്ടൻ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെയിൻ ചേട്ടാ, നമ്മൾ കപ്പ ബിരിയാണിയുടെ പരിപാടിയിൽ തുടങ്ങാൻ പോലെ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണല്ലോ. പണ്ടൊക്കെ വീടുകളിലൊക്കെ ഒത്തിരി ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോഴും മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു വിഭവമാണ്. അപ്പോൾ കപ്പ ബിരിയാണി നമ്മൾ ആദ്യം എന്താണ് ഒരുക്കേണ്ടത്? നമ്മൾ എല്ല് വാങ്ങുക. എല്ല് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ? ബീഫാണ് ഈ സാധനം, ബീഫാണ്. അപ്പോൾ ബീഫ് പ്രേമികൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ എല്ല് വാങ്ങിയിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. എല്ലായിട്ട് തന്നെ വേണം, കുറച്ച് എല്ലാം പറഞ്ഞാൽ മതി, എല്ലായിട്ട് കിട്ടും. എല്ലായിട്ട് ഇത് അങ്ങനെ കൊടുക്കുന്നതാണ്. ഈ കപ്പ ബിരിയാണിക്കുള്ള സാധനം പറഞ്ഞാൽ അവർ ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ല് വാങ്ങി അത് ചെറുതായിട്ട് നുറുക്കി വൃത്തിയായി കഴുകിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, എല്ല് വേവിച്ച് വെച്ചിരിക്കുന്നത്, എല്ല് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പറഞ്ഞോളൂ ചേട്ടാ, എന്താണ് ഇതിൻ്റെ മെയിൻ ഐറ്റം? ഇത് 1 കിലോ എല്ലാണുള്ളത്. ഇതിനകത്ത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ സാധനങ്ങൾ എല്ലിനകത്തേക്ക് ഇട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാല. ഇറച്ചി മസാല ഉപയോഗിക്കാം. അതിൽ നല്ലത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാല, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, വലിയ ജീരകം കൂടെ പൊടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വാങ്ങുന്ന പൊടിയേക്കാളും. അപ്പോൾ 1 കിലോ എല്ലിനകത്തേക്ക് 2 കിലോ കപ്പ ചേർക്കാം. 2 കിലോ കപ്പ, അതാണ് അതിൻ്റെ കണക്ക്. അത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുറയും തോറും നന്നായിരിക്കും. അളവ് കൂടിക്കഴിഞ്ഞാൽ മോശമായി പോകും. ബീഫൊക്കെ വെന്ത് നല്ല മണം വരുന്നുണ്ട്, മസാലയുടെയൊക്കെ. നല്ല മണം ഇങ്ങനെ വരികയാണ്, കൊതിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത ഘട്ടം, ഇത് ഏകദേശം റെഡി ആയില്ലേ? എല്ലാം റെഡിയായി. ഇനി നമുക്ക് കപ്പയിലേക്ക് കിടക്കാം. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും. കപ്പ വെച്ചിട്ട് കപ്പ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇടും. ഉപ്പ് വെന്ത് കഴിയുമ്പോൾ ഊറ്റി വെക്കുന്നു. നമ്മുടെ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അജേഷ് മാഷേ, നമ്മുടെ ജെയിൻ ചേട്ടൻ്റെ ഒരു സുഹൃത്തും കൂടെ വന്നിട്ടുണ്ട്. മാഷാണ് നമുക്ക് ഇങ്ങനെ ജെയിൻ ചേട്ടനെ പരിചയപ്പെടുത്തി തന്നൊക്കെ നമുക്കിപ്പോൾ ഇത്രയും നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ കാരണക്കാരനായ മാഷാണ്. മാഷ്, ജെയിൻ ചേട്ടൻ ഇങ്ങനെ സ്ഥിരം ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ആഘോഷിക്കാറുണ്ട്, കൂടാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് വേറെ ജെയിൻ ചേട്ടൻ്റെ പ്രധാന ഐറ്റംസ്? ജെയിൻ ചേട്ടൻ എല്ലാ ഐറ്റംസും ഉണ്ടാക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെയിൻ ചേട്ടൻ്റെ മീൻകറിയാണ്. മീൻകറി കുഴമ്പുളിയൊക്കെ ഇട്ട് അത് തലേ ദിവസം ഉണ്ടാക്കി വെക്കും. പിറ്റേ ദിവസമാണ് അത് കൂട്ടാനുള്ളൊരു ടേസ്റ്റ്. പിറ്റേന്ന് തരുള്ളൂ? പിറ്റേന്ന് അന്നേ തരും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ പിറ്റേ ദിവസമാണ്. ഈ ചട്ടിയിൽ കറി വെച്ചിട്ട് അതൊരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ ചേർക്കുന്നതിന് വേറൊരു പാത്രമാണ് കേട്ടോ, ഒരു ചെറിയൊരു ചെരുവം വെക്കുന്നു. ഇനി മൂന്നാമത്തെ ഘട്ടം, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണ്. ആദ്യം ഇടുക, പകുതി ഇട്ടു, പകുതി കപ്പയും കൂടി ഇടുന്നു. മിക്സ് ചെയ്യാൻ എളുപ്പം കിട്ടും. അതായത് ആദ്യത്തെ പകുതി നമ്മൾ കുറച്ച് എല്ലിടുന്നു, ബാക്കി പകുതി കപ്പ ഇടുന്നു. അത് കുറച്ച് അരപ്പ് തേങ്ങ വറുത്തരച്ചതാണ്. നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്തിട്ട് ഇത് കല്ലേ വെച്ചരച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് ഇടാം, ബാക്കിയോടെ വെച്ച് ബാക്കി എല്ലും കൂടി ഇടാം. അപ്പോൾ എല്ല് മുഴുവൻ ഇട്ടു, ബാക്കി കപ്പയും കൂടി ഇടുന്നു. ലെയറായിട്ടാണ് അത് കൂടുതൽ, ഇത് കുറച്ചുള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇല്ലെങ്കിലും ബാക്കി അരപ്പൂടി ഇടുന്നു. 3 തണ്ട് കരിവേപ്പില, സ്വല്പം മല്ലിയില, മൂടി വയ്ക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുവിധം ആവി കയറി കാണും. ആവി കയറിയിട്ടുണ്ടോ നോക്കാം നമുക്ക്. അടിയിലേ പറ്റിപ്പോവും. നമുക്കിനി നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പിടിക്കാം. ഞാൻ കഷ്ടപ്പെട്ട് ജെയിൻ ചേട്ടനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കപ്പ ബിരിയാണി റെഡിയായിരിക്കുന്നു. റെഡിയായിരിക്കുന്നു. ആയിക്കോട്ടെ. ഒരു രക്ഷയില്ല ജയിച്ചിട്ടാ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് കൊതി വരുന്നുണ്ട്. സാരമില്ല, വീട്ടിലുണ്ടാക്കി നോക്കുക. ചേട്ടത്തിമാരൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. സ്നേഹമുള്ള ഭർത്താക്കന്മാർ സ്നേഹം കാണിക്കുന്നൊരു അവസരമാണ് ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.